Namaskaram, hi, hello and welcome back to my YouTube channel, My Twin Flame Yatra. എൻ്റെ പേര് ബിജ്നി. ഹോപ്പ് നിങ്ങളെല്ലാം ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ വിശ്വസിക്കുന്നു. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ്. പ്ലീസ് ബി വിത്ത് യുവർ സെൽഫ് ആൻഡ് focus on yourself, focus on God, focus on your union because you are worthy of it. Okay, so thank you so much, my dear family, for being with me. So thank you for your love and patience, and thank you for your messages. എവിടെയാണ് വീഡിയോ ചെയ്യുന്നില്ല? Are you okay, ma'am? Another topic: how you can manifest your twin flame back into your life. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാം? ആർക്കാണ് ആ പവർ ഉള്ളത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ? അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ? ഓക്കെ, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. സോ മേ ബി ഈ ടിക്കർ കാണും അല്ലെങ്കിൽ ഈ ഒരു തമ്പനെയിൽ കണ്ടുകൊണ്ട് ഒരുപാട് പേര് ഈ വീഡിയോസ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ദിസ് ഇസ് യുവർ ബിലീഫ്, മൈ ഡിയർ ഫ്രണ്ട്സ്. ദിസ് ഇസ് യുവർ ബിലീഫ്. ലൈക്ക് ഇവൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ എ വ്യൂവർ. സോ നിങ്ങൾ ലിറ്ററലി ബിലീവ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് യുവർ ബിലീഫ് സിസ്റ്റം ദാറ്റ് യുവർ ട്വിൻ ഫ്ലെയിം ഇസ് നോട്ട് ഇൻ യുവർ ലൈഫ്. ഇതാണ് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം. ലൈക്ക് നിങ്ങൾ ട്വിൻ ഫ്ലെയിം എവിടെയോ സെപ്പറേറ്റഡ് ആണ്. നിങ്ങൾ ഇത് ഡീപ്പായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഒരു പോർഷൻ വന്നത്. നിങ്ങൾക്ക് എങ്ങനെ ട്വിൻ ഫ്ലെയിമിനെ മാനിഫെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണ് ട്വിൻ ഫ്ലെയിമിനെ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പവർ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അത് ബിലീവ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ യെസ്, ഈ ഒരു നിങ്ങളുടെ ബിലീഫിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ടിക്കർ ഇട്ടത്. ലൈക്ക് yes, you have all that belief system that you are separated from your twin flame, or somehow you don't have your twin flame in your life, and somehow you feel that where are your responsibility നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. ലൈക്ക് ഗോഡ്, ഈശ്വരൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. ബിക്കോസ് എൻ്റെ അടുത്ത് വരുന്ന ചില ക്ലയൻസ് പറഞ്ഞ ഈശ്വരനല്ല ഈ ജേർണി തന്നെ ഈശ്വരൻ കാണിച്ചു തരട്ടെ. യെസ്, ഈശ്വരൻ കാണിച്ചു തരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നർ വർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള പുസ്തകങ്ങൾ, അങ്ങനത്തെ ഉള്ള വീഡിയോസ് നിങ്ങളുടെ ലൈഫിൽ പോപ്പപ്പ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ഈശ്വരൻ ആ ഗൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കി ചെയ്യേണ്ട, ഇന്നർ വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഈസ് യോർ, മൈ ഡിയർ ഫാമിലി. ഇറ്റ്സ് യോർ റെസ്പോൺസിബിലിറ്റി ടു മാനിഫെസ്റ്റ് യുവർ ഹാർമോണിയസ് യൂണിയൻ. സോ ഇതാണ് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ദാറ്റ് യു ഡോണ്ട് ഹാവ് ഇൻ ട്വിൻ ഫ്ലെയിം ഇൻ യുവർ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമായിട്ട് സെപ്പറേറ്റഡ് ആണ്. സോ എങ്ങനെയാണ്? സോ ഇതാണ്, ഈ ബിലീഫ് സിസ്റ്റത്തെയാണ് നിങ്ങൾക്ക് ഹീല് ചെയ്യേണ്ടത്. ഈ ഒരു ബിലീഫ് സിസ്റ്റം, ഈ ഒരു കോർ ബിലീഫ് സിസ്റ്റത്തിനാണ് നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടത്. ലൈക്ക് യു ഡോണ്ട് ഹാവ് ട്വിൻ ഫ്ലെയിം ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും? ഇപ്പോൾ ഇല്ല. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ഇല്ലെന്ന്. സോ ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഈശ്വരന്റെ റെസ്പോൺസിബിലിറ്റി. ആർക്കാണ് ആ പവർ ഉള്ളത്? ഇറ്റ്സ് യു ഹാവ് ദ പവർ. യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ യൂണിയൻ ബിക്കോസ് യു ആർ യുവർ ട്വിൻ ഫ്ലെയിം. യെസ് മൈ ഡിയേഴ്സ്, യു ആർ യുവർ ട്വിൻ ഫ്ലെയിം ബിക്കോസ് യു ആർ വൺ സോൾ ഇൻ എ ടു ബോഡി. ഒരു ആത്മാവ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ബോഡിയാണ്. സോ ദർ ഇസ് വൺ കോൺഷ്യസ്നസ്, വൺ ബോഡി. മനസ്സിലായില്ലേ? സോ നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ഇനി മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിയനെ കൊണ്ടുവരണം. സോ നിങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ യൂണിയൻ ഇല്ല. നിങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഇല്ല. യെസ്, ഫിസിക്കൽ ഫോമിൽ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇതിൻ്റെ അർത്ഥം വരുന്നത് നിങ്ങളുമായിട്ടുള്ള യൂണിയൻ ഇല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ല എന്നാണ് അതിൻ്റെ ആ ഒരു അർത്ഥം വരുന്നത്. നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഫിസിക്കൽ ഫോമിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി, ഇമോഷണലി നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ലൈഫിലുണ്ട്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ലൈഫിലുണ്ട്? നിങ്ങൾ എത്രത്തോളം ഇമോഷണലി, മെന്റലി, സ്പിരിച്വലി എല്ലാ തരത്തിലും നിങ്ങൾ എത്ര ശതമാനം നിങ്ങളായിട്ടുണ്ട്? കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റ്, കാരണം നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ലൈഫിൽ മൊത്തം ഹീല് ചെയ്തതിന് മാത്രമല്ല നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. സോ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ റിവീൽ ചെയ്യപ്പെട്ടത്. ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ അത്രയും ഡിസാസ്റ്റർ ആയ സമയത്ത് ലൈക്ക് സംഹൗ ഒരു ഹോപ്പ്, നിങ്ങൾ ഭയങ്കരമായിട്ട് ലവിൽ വിശ്വസിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ കണക്ഷനിൽ വിശ്വസിച്ചിരുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോ നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ സൃഷ്ടിച്ചെന്ന് ഒരു
കോൺസെപ്റ്റിനെ വിശ്വസിച്ച വ്യക്തി എന്ന നിലയിൽ ഈശ്വരൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഈശ്വരൻ ആണ് ഒരു നിങ്ങൾക്ക് ഈ ഒരു ജേർണി തന്നത്. യെസ്, നിങ്ങളുടെ ധർമ്മമാണ് ആ ജേർണിയിൽ മുന്നോട്ട് പോകേണ്ടത്. ആൻഡ് എല്ലാവർക്കും ട്വിൻ ഫ്ലെയിം എന്ന് വെച്ചാൽ എല്ലാവർക്കും ട്വിൻ ഫ്ലെയിം ഉണ്ട്. പക്ഷേ കുറച്ച് പേര് മാത്രമാണ് ആ യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നു വന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ആ ഒരു വൈബ്രേഷനിലല്ല മാച്ച് ചെയ്യുന്നത്. സോ നിങ്ങൾ വിഷമിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, പ്ലീസ് അവരവരുടെ വഴിക്ക് വെക്കുക. ബിക്കോസ് അവരുടെ സോള് അല്ലെങ്കിൽ ഈശ്വരൻ ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ അവരെ അവേക്കൻ ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവരുടെ ടൈം ആകുമ്പോൾ അവരും വന്നോളൂ. സോ പ്ലീസ് ബോദർ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെ പറ്റി ചിന്തിക്കുക. ലൈക്ക് യു ഹാവ് ടു പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. സോ നിങ്ങളുടെ ഡീപ്പ് ഡൗൺ നിങ്ങൾ ചിന്തിക്കുന്നതാണ് യൂണിയൻ ഇപ്പം നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഇപ്പം നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾ പുറത്തുനിന്ന് ആരോ ആണ് കൊണ്ടുവരേണ്ടത്. സോ സംഭവം നിങ്ങളുടെ ആ സെപ്പറേഷൻ കോൺഷ്യസ്നസ് എത്രത്തോളം ഡീപ്പിലാണെന്ന് നോക്കിയേ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഇല്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ യൂണിയൻ നിങ്ങളുടെ കയ്യിലില്ല, നിലവിലില്ല. സോ ഈ നിലവിൽ എന്തുകൊണ്ടില്ല, അവിടെ പോയി ഹീലിംഗ് നടത്തുക. ആ ബിലീഫ് സിസ്റ്റത്തെയാണ് നിങ്ങൾ മാറ്റേണ്ടത്. അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു ബി വിത്ത് യുവർ സെൽഫ്. നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ലൈക്ക് 24 hours യു ഹാവ് ടു ബി വിത്ത് യുവർ സെൽഫ്. Why you want your twin flame? എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ twin flame? What is that? What he brings അല്ലെങ്കിൽ what she brings to your life? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ അല്ലെങ്കിൽ എന്താണ് ഡിവൈൻ മാസ്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തിനാണ് അവരുടെ പ്രസൻസ് വേണ്ടത്? അവരുടെ പ്രസൻസിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു ക്രേവിംഗ് ആണ്, അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു അഭാവമാണ് നിങ്ങളുടെ ലൈഫിൽ അവരുണ്ടാക്കുന്ന ആ വോയിഡ്? അല്ലെങ്കിൽ ബിക്കോസ് യുവർ ട്വിൻ ഫ്ലെയിമിൻ്റെ ആ വോയിഡ് ആർക്കും നികത്താൻ പറ്റത്തില്ല. യെസ്, ദാറ്റ്സ് ആബ്സല്യൂട്ട്ലി ട്രൂ. നിങ്ങളുടെ സോൾ ഇങ്ങനെ അതിനെ ആലോചിച്ചുകൊണ്ടിരിക്കും 24/7 നിങ്ങളെ ചിന്തയിലുണ്ടാക്കും. ബട്ട് നിങ്ങൾ ഇന്നർ വർക്കിൽ കൂടുതൽ വരുമ്പോൾ ആ 24/7 യെസ്, നിങ്ങൾ 24/7 നിങ്ങളെ ചിത്തത്തിലുണ്ടാകും നിങ്ങളുടെ വ്യക്തി. ബിക്കോസ് ഹീ ഈസ് ലിറ്ററലി യു അല്ലെങ്കിൽ ഷീ ഈസ് ലിറ്ററലി യു. ബട്ട് നിങ്ങൾക്ക് ആ പെയിൻ ഉണ്ടാവില്ല. യു ഫീൽ അതെൻ്റെ പേഴ്സൺ ആണ്. യെസ്, കണ്ടിന്യൂസ്ലി അത് ഓർമ്മ വരും, ദാറ്റ്സ് നോർമൽ. പക്ഷെ അതിനകത്ത് എനിക്ക് ഓർമ്മ വരുന്നുള്ള വിഷമം പഠിച്ച സോങ്ങുകളോ അല്ലെങ്കിൽ ടാരോ കാർഡ് റീഡിങ് കറണ്ട് ഫീലിങ്സോ ആ രീതിയിലേക്ക് പോകത്തില്ല. ആൻഡ് സംഹൗ ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ തുടക്കത്തിൽ ഇതൊക്കെ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ ഈ ഒരു ടൂൾസും ഗൈഡൻസും നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെ കാണാം. പക്ഷെ നമ്മുടെ ആ ഒരു എനർജി അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ കോൺഷ്യസിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു സിഗ്നൽ എന്തെന്ന് കഴിച്ചാൽ, എൻ്റെ ലൈഫിൽ ട്വിൻ ഫ്ലെയിം ഇല്ല, എൻ്റെ ലൈഫിൽ ട്വിൻ ഫ്ലെയിം ഇല്ല, എൻ്റെ ലൈഫിൽ ട്വിൻ ഫ്ലെയിം ഇല്ല, ഞാൻ യൂണിയനിലല്ല, ഞാൻ യൂണിയനിലല്ല. അപ്പം യൂണിവേഴ്സ് ഇത് മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം യൂണിവേഴ്സ് പറയും യെസ് തഥാസ്തു, അതെ അവൾ വിശ്വസിക്കുന്നുണ്ട് അവളുടെ ലൈഫിൽ ട്വിൻ ഫ്ലെയിം ഇല്ല. സോ വീണ്ടും സെപ്പറേഷൻ തരും. അവൾ വിശ്വസിക്കുന്നുണ്ട് അവളുടെ ട്വിൻ ഫ്ലെയിം പുറത്തെവിടെയാണ്, വീണ്ടും സെപ്പറേഷൻ തരുന്നു. സോ നിങ്ങൾ ഡീപ്പ് ഡൗൺ വിശ്വസിക്കുന്നുണ്ട് ദാറ്റ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം സെപ്പറേറ്റ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് വ്യക്തികളാണ്. യെസ്, നിങ്ങൾ സെപ്പറേറ്റ് വ്യക്തികളാണ്, പക്ഷെ സോൾ ഒന്നാണ്. എൻ്റെ രണ്ട് കൈയാണ്, പക്ഷെ ഇത് എൻ്റെ കൈയല്ലേ, ഇത് എന്നിൽ നിന്ന് സെപ്പറേറ്റഡ് അല്ലല്ലോ എൻ്റെ കൈയും കാലും. സോ അതുപോലാണ് നിങ്ങളെ ട്വിൻ ഫ്ലെയിം എന്ന് വെച്ചാൽ ഇത് ഒരു പക്ഷിയുടെ 2 ചിറക് എന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലെ എൻ്റെ എൻ്റെ ബോഡി പാർട്ടിലെ കൈ the right and left പോലെ, like you are a divine masculine and you are divine feminine. That's it. This is your journey. Embrace it. So please ആ ഒരു കോർ ബിലീഫിനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്ത് കളയുക. ലൈക്ക് യു ഡോണ്ട് ഹാവ് യുവർ ട്വിൻ ഫ്ലെയിം ഇൻ യുവർ ലൈഫ്. ഈ ഒരു ബിലീഫ് സിസ്റ്റത്തെയാണ് നിങ്ങൾ തച്ചുടയ്ക്കേണ്ടത്. അല്ലെങ്കിൽ യൂണിയൻ ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബിലീഫ് സിസ്റ്റത്തെയാണ് നിങ്ങൾ തച്ചുടക്കേണ്ടത്. എങ്ങനെ ചെയ്യാം? അതിനാണ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത്. ഇന്നർ വർക്ക് ചെയ്ത് എവിടെയൊക്കെയാണ് ഈ ബിലീഫ് സിസ്റ്റം, എന്തുകൊണ്ടാണ് ഈ ബിലീഫ് സിസ്റ്റം ഉണ്ടായത്? മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന ബിലീഫ് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള അൺവേർദിനെസ് കാരണമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ എൻ്റെ ട്വിൻ ഫ്ലെയിം ഇല്ലെന്നുള്ള ചോദ്യം വരുമ്പം നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് തന്നെ കുറേ ഉത്തരങ്ങൾ തരും. ഇത് കുറവുകൊണ്ടാണ് നിന്നെ, അല്ലെങ്കിൽ നീ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, നിനക്ക് ഇതില്ലാത്തതുകൊണ്ട് അതില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞു കുറേ അൺവാണ്ടഡുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. സോ ഈ ഒരു ബിലീഫ് സാധനത്തിനെയാണ് നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടത്. മെഡിറ്റേഷൻ യെസ് ഹെൽപ്പ് യു, യോഗ ഹെൽപ്പ് യു, പ്രാണായാം ഹെൽപ്പ് യു, ജേർണലിംഗ് ഹെൽപ്പ് യു, ബട്ട്
inner work is the most important tool. Because inner work majorly work ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it will help you to rewire your subconscious belief system. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇഫ് യു വാണ്ട് ടു മാനിഫെസ്റ്റ് യുവർ ഒത്തൻറ്റിക് സെൽഫ്, നിങ്ങളുടേതായിട്ടുള്ള ഒത്തൻറ്റിക് സെൽഫിന് നിൽക്കണം. ബിക്കോസ് യു ആർ റെസ്പോൺസിബിൾ യുവർ ട്വിൻ ഫ്ലെയിം, യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ. ആർ യു റെഡി ടു ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി? ബിക്കോസ് എന്തുകൊണ്ടാണ് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ കാരണം, your divine masculine and your divine feminine taken their roles very seriously. നിങ്ങളുടെ മാസ്കുലൻ ഫെമിനന് അവരവരുടെ ദൗത്യം വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ലൈക്ക് ട്രിഗറിങ് യു. അവർക്ക് ഒരു ദയയില്ലാതെ ഒരു വിഷമവും ഇല്ലാതെ വളരെ റൂഡായിട്ടും വളരെ ഒത്തൻറ്റിക് ആയിട്ടും അവരുടെ ദൗത്യം, ലൈക്ക് ദേ ആർ യുവർ അൾട്ടിമേറ്റ് ഗുരു. സോ അവരവരുടെ ദൗത്യം പെർഫെക്റ്റ്ലി ചെയ്യുന്നുണ്ട് ബൈ ട്രിഗറിങ് യു, by abandoning you, by rejecting you and showing you the belief system that you hold on to your union. Because ഞാൻ പറഞ്ഞല്ലോ ഫെമിനനും മാസ്കുലിനും ഉള്ളപ്പം ഈശ്വരൻ ഒരാളെയാണ് ഇന്നർ വർക്ക് ചെയ്യാൻ നമുക്ക് ദൗത്യം തരുന്നത്, ഒരാളെ ദൗത്യം ട്രിഗർ ചെയ്യാണ്. സോ ഇന്നർ വർക്ക് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്നർ വർക്ക് ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഈ ബിലീഫ് സിസ്റ്റത്തെയും മാറ്റേണ്ടത്. സോ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ ബിലീഫ് സിസ്റ്റവും മാറത്തുള്ളൂ. ബിക്കോസ് ഹീ ഓർ ഷീ ഈസ് ലിറ്ററലി യു. സോ അവരൊരിക്കലും ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല, നിങ്ങളെ ട്രിഗർ ചെയ്യാനുള്ള ദൗത്യത്തിൽ നിന്ന്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഇന്നർ വർക്ക് എന്ന ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നത്? ബിക്കോസ് somehow you are not taking your responsibility to heal your union or heal your upset അല്ലെങ്കിൽ heal your triggers. ബിക്കോസ് നിങ്ങൾ ഇപ്പോഴും ബ്ലെയിം ഗെയിമിലാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചറാണ് എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഫെയിൽ ആകുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ പഴി പറയും, നീ കാരണം, അല്ലെങ്കിൽ വേറൊരാളെ പഴി പറയുക എന്നൊരു ഹ്യൂമൻ നേച്ചറാണ്. ഒന്നും പഴി പറയാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയും ദൈവം കാരണം. ദൈവമൊന്നുമില്ല, അല്ലെങ്കിൽ കേട്ടാണല്ലോ ദൈവമൊന്നുമില്ല. നമ്മൾ അവസാനം ഈ ഒരു പോയിന്റിലാണ് എത്തുന്നത്. സോ നിങ്ങൾ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ ഫെമിനൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ടേക്ക് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഹീൽ യുവർ അപ്സെറ്റ് അല്ലെങ്കിൽ ഹീൽ യുവർ ട്രിഗേഴ്സ്, ടു ബി വിത്ത് യുവർ ട്വിൻ ഫ്ലെയിം, ടു ബി വിത്ത് യുവർ സെൽഫ്. ബിക്കോസ് സംഹൗ നിങ്ങൾക്ക് അപ്സെറ്റും ട്രിഗേഴ്സ് നിങ്ങളത് ഹീൽ ചെയ്യുന്നില്ല, എൻ്റെ റെസ്പോൺസിബിൾ ഏറ്റെടുക്കാത്തോളം കാലം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടത്തില്ല. നിങ്ങൾ പൂർണ്ണമായി മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം മാനിഫെസ്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. ബിക്കോസ് യു ആർ യുവർ ട്വിൻ ഫ്ലെയിം. നിങ്ങൾ ഇല്ല ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ എന്നെ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, അവനാണ് എന്നെ റിജക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവളാണ് റിജക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവൾക്ക് വേറെ റിലേഷൻ, അല്ലെങ്കിൽ അവൻ ഓൾറെഡി മാരീഡ് അല്ലെങ്കിൽ അവൾ ഓൾറെഡി മാരീഡ് ആണ്. സോ ഈ ഒക്കെ ബിലീഫ് നിങ്ങൾ ഭയങ്കരമായിട്ട് ബിലീഫ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബിലീഫിനെ അല്ലെങ്കിൽ ഈ ഒരു ലൈനെ നിങ്ങൾ ബിലീഫ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇലൂഷനെ നിങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. സോ നിങ്ങൾ ട്വിൻ ഫ്ലെയിമും ഇത് ശക്തമായി വിശ്വസിക്കും. ദേ ആർ ഇൻ സെപ്പറേറ്റ് റിലേഷൻഷിപ്പ്, ദേ ആർ ഇൻ ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ഉണ്ട്. ബിക്കോസ് നിങ്ങൾ ഈ ഒരു ലൈനെ അല്ലെങ്കിൽ ഇലൂഷനെ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിനെ മിറർ ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങളുടെ മാസ്കുലിൻ്റെ നിങ്ങളുടെ ഫെമിനൻ്റെ ദൗത്യം. സോ ദേ ആർ ഡൂയിങ് ഇറ്റ് പെർഫെക്റ്റ്ലി. സോ ഗൈസ് പ്ലീസ്, നിങ്ങൾ ബ്ലെയിം ഗെയിമിലാണ് ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ് and do your inner work. Do the mirror exercise. Mirror exercise is the ultimate tool to heal your upset, because core belief സിസ്റ്റത്തെയാണ് അത് അപ്ഹീൽ ചെയ്യുന്നത്. കോർ ബിലീഫ് സിസ്റ്റത്തെയാണ് നിങ്ങൾക്ക് എന്താ പറയുക റീവയർ ചെയ്യേണ്ടത്. ബിക്കോസ് കോർ ബിലീഫിനെയാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം കാണിച്ച് തരുന്നത്. ആൻഡ് ഹി ആൻഡ് ഷീ, they are doing their responsibility very beautifully. Are you ready to take your responsibility? നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ? Are you ready to claim yourself into your life? നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങളെ മാനിഫെസ്റ്റ്? ബിക്കോസ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്ന് നിങ്ങളുടെ ആ ഒരു ഒത്തൻറ്റിക് സെൽഫ് അല്ലെങ്കിൽ പൂർണ്ണമായി നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു.
ആ ഒരു ടൈം പീരീഡിൽ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? സോ യു ഹാവ് ടു ബി യുവർ സെൽഫ്. ബീങ് വിത്ത് യുവർ സെൽഫ് എന്ന് വെച്ചാൽ അവയർനെസ്സോടുകൂടി എവിടെയാണ് നിങ്ങൾക്ക് അപ്സെറ്റ് വന്നത്. സോ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക. ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾ ദേഷ്യപ്പെടുവാൻ ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, എനിക്ക് ദേഷ്യം വന്നു, എന്തിന് എനിക്ക് ആ ദേഷ്യം വന്നു? ദേഷ്യം വന്നാൽ സംഹൗ എന്തോ ഒരു കാര്യം, ഒരു ഇമോഷൻ എനിക്ക് ട്രിഗർ ആയി കിടപ്പുണ്ട്. സോ സിറ്റ് വിത്ത് ഇറ്റ്, ഫീൽ ദാറ്റ് ഇമോഷൻ. സോ ആൻഡ് heal it, because everyone is reflecting your inner world. Everyone is a mirror, and your twin flame is your absolutely and ultimate mirror, because he is your guru. So he will or she will show you the real you. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ അവർ ശക്തമായി കാണിച്ചു. നിങ്ങളുടെ യാഥാർത്ഥ്യം സെപ്പറേഷൻ കോൺഷ്യസ്നെസ് ആണെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, അവർ നിങ്ങളുടെ ആ സെപ്പറേഷൻ കോൺഷ്യസ് ശക്തമായി കാണിച്ചു തരും. ലൈഫിൽ എന്തൊക്കെ ചെയ്യുമോ ആ തരത്തിൽ. ഇനി നിങ്ങളുടെ ഉള്ളിൽ അബാൻഡ്മെന്റ് ഇഷ്യൂ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ലൈക്ക് ജഡ്ജ്മെന്റൽ ഇഷ്യൂ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ലോട്ട്സ് ഓഫ് ഇന്നർ ക്രിട്ടിസൈസ്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന നിങ്ങളെ തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്ന നിങ്ങളെ തന്നെയാണെങ്കിൽ, സോ ഈ ഒരു കാര്യത്തെ എല്ലാം റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. എങ്ങനെയാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളെ കണ്ടിന്യൂസ് ക്രിട്ടിസൈസ് ചെയ്യും, നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളെ കണ്ടിന്യൂസ് റിജക്ട് ചെയ്യും, നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണ്ടിന്യൂസ് നിങ്ങളെ അബാൻഡ്മെന്റ് ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ഒരു നാർസിസ്റ്റിക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഒരു നാർസിസ്റ്റിക് ക്യാരക്ടർ ബിഹേവ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു നാർസിസ്റ്റിക് പാരൻസോ അല്ലെങ്കിൽ ബോസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാർസിസ്റ്റിക് പരമായിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്സെറ്റ് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, യുവർ ട്വിൻ ഫ്ലെയിം വിൽ മിറർ ഇറ്റ് യു ടു ഷോ യു, ബിക്കോസ് ഹി വിൽ ഷോ യു ദ റിയൽ യു. അവർ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഒത്തന്റിക് ആയിട്ടുള്ള സെൽഫിനെ നിങ്ങൾ കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് അല്ല. സോ നിങ്ങൾ എന്താ ആ വ്യക്തിക്ക് കാണിച്ചു? യെസ്, നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബൈ ലവിങ് ദം മോർ ഡീപ്ലി. എല്ലാവരും ഈ ഒരു മോശ സമയത്തും അല്ലെങ്കിൽ നിങ്ങളപ്പോൾ വിചാരിക്കും ഇവൻ അല്ലെങ്കിൽ ഇവളല്ല ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും അത് എന്തെങ്കിലും ഇട്ടിട്ട് പോയത്. സോ യു ആർ ഷോയിങ് ദറ്റ്. സോ നിങ്ങൾ അവരെ ട്രിഗർ ചെയ്യുകയാണ്. സോ അവരെ അലക്കുന്നത് ഞാൻ ഇങ്ങനത്തെ എൻ്റെ സ്വഭാവം ഇങ്ങനെ പുറത്തെടുക്കും, എന്നെ ബാക്കിയുള്ളവർ ഇട്ടിട്ട് പോവുക, പക്ഷെ ഇവൾ അല്ലെങ്കിൽ ഇവൻ എന്തുകൊണ്ടാണ് ഇട്ടിട്ട് പോകുന്നില്ല. സോ അവർക്കും ട്രിഗർ വരുവാണ്, ഇതെന്ത് മറുമായ. അപ്പം അവർക്ക് എന്തോ വേണം. സോ അവരും നിർബന്ധിതരാ അവരെ ട്രിഗർ ചെയ്യാം. പക്ഷേ നിങ്ങളിപ്പോൾ ആലോചിക്കുക, അവൻ എങ്ങനെ ഹീൽ ചെയ്യും, അവൾ എങ്ങനെ ഹീൽ ചെയ്യും, ഇത് നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ അവൻ എന്താ ഹീൽ ചെയ്യാത്ത, അവനെന്താ ഹീൽ ചെയ്യാത്ത ചോദ്യത്തിലാണ് നിങ്ങളാണ് സ്റ്റക്കായിരിക്കുന്നത്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം സ്റ്റക്കായിരിക്കും. അവളെന്താ ഹീൽ ചെയ്യാത്ത, അവൻ എന്താ ഹീൽ ചെയ്യാത്ത. കാരണം ബിക്കോസ് യു ആർ സെയിം. ബിക്കോസ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ദൗത്യം എന്താണ്? ടു ട്രിഗർ യു, ആൻഡ് ദേ ആർ ഡൂയിങ് ഇറ്റ് പെർഫെക്റ്റ്ലി. ആൻഡ് നിങ്ങളുടെ ദൗത്യം എന്താണ്? ടു ഡു യുവർ ഇന്നർ വർക്ക്. സോ പ്ലീസ്, you have the power to manifest your twin flame into your life. And who is your twin flame? You are your twin flame. That's why ഞാൻ പറയുന്നത് എല്ലാവർക്കും ട്വിൻ ഫ്ലെയിം ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇതിനെപ്പറ്റി അവെയർ അല്ല. ആൻഡ് കൺഗ്രാറ്റുലേഷൻ, ബിക്കോസ് you are in a twin flame relationship and you are in a twin flame journey. And congratulations, because you are ready to uplift earth consciousness. uplift ചെയ്യാനുള്ള ദൗത്യമാണ് നിങ്ങളുടെ യൂണിയനിലുള്ള ദൗത്യമാണ് നിങ്ങളെ ഈശ്വരൻ ഏൽപ്പിച്ചത്. സോ പ്ലീസ് ഡു ഇറ്റ്. എന്താ ഒരു ബോസിനെ പോലെ ആ ഒരു എനർജീനെ നിങ്ങളുടെ ഉള്ളിലേക്ക് വെക്കുക. ആൻഡ് യു ഹാവ് ദ പവർ ടു ഹീൽ ഇറ്റ്. ആൻഡ് ഇഫ് യു ഫീലിംഗ് ഓർ സ്ട്രഗ്ലിംഗ് വിത്ത് ദിസ്, യു ക്യാൻ കോൺടാക്ട് മീ, സോ വി ക്യാൻ ഹീൽ ടുഗെദർ. And please invest in yourself, invest in your healing, invest in yourself, because you have the power to manifest to your twin flame. ഗോഡിന് ആ പവർ ഇല്ല. ബിക്കോസ് ഗോഡിന്റെ ദൗത്യം നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ ജേർണി കാണിച്ചു തരികയാണ്. ബാക്കി ഇന്നർ വർക്ക് ചെയ്യേണ്ടതും ചോയ്സസ് എടുക്കേണ്ടതും നിങ്ങളുടെ മാത്രം ദൗത്യമാണ്. ബിക്കോസ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിന്റെ ദൗത്യം എന്താ? ട്രിഗർ കാണിച്ചത്, അപ്സെറ്റ് കാണിച്ചത്, നിങ്ങളുടെ യൂണിയനിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് കാണിച്ചേക്കാം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു റോളിനെ എടുക്കുക, നിങ്ങളുടെ ചോയ്സിനെ സ്ട്രോങ് ആക്കുക. ആൻഡ് വീണ്ടും നിങ്ങളുടെ യൂണിയനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർ പൂർണ്ണമായും ഈശ്വരൻ തന്നേക്കാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പഠിക്കുക. ഇവിടെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ബ്ലെയിം ഗെയിമിലെത്തുള്ളൂ. സോ വീണ്ടും സൈക്കിൾ ലാഗ് ആവത്തുള്ളൂ. വീണ്ടും നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സെപ്പറേഷന് ലൈഫിൽ വിളിച്ചു വരുത്തും. പ്ലീസ് അങ്ങനെ ചെയ്യരുത്. So please be with yourself, be with your authentic self, and do your inner work, do your mirror exercise, and do your spiritual works, and be real you. Please love yourself even more. Even നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ട്വിൻ ഫ്ലെയിം, എന്നിട്ടും ഒന്നും മീൻസ്
മാറ്റം വരുന്നില്ല. ലൈക്ക് സോ പ്ലീസ് ഡോണ്ട് ലുക്ക്. അപ്പം നിങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് നോക്കുക, എന്താണ് ട്വിൻ ഫ്ലെയിം മാറത്തെ, ഞാൻ ഇന്ന വർക്ക്, എന്താ ട്വിൻ ഫ്ലെയിം മാറത്തെ, എന്നെ മിററൈസ് ചെയ്തു, എന്താ ട്വിൻ ഫ്ലെയിം മാറത്തെ, ഞാൻ ലൈക്ക് ലവ് ചെയ്യുന്നുണ്ട് എന്നെ, പിന്നെ എന്തുകൊണ്ടാണ് ട്വിൻ ഫ്ലെയിം മാറുന്നത്? സോ സ്റ്റോപ്പ് സീക്കിങ് ഹിം ഔട്ട്സൈഡ് ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ പുറത്ത് അന്വേഷിക്കാൻ നിർത്തുന്നു, അല്ലെങ്കിൽ ബിക്കോസ് സം ഹൗ നിങ്ങൾ ബിലീവ് ചെയ്യുന്നു നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എവിടെയോ പുറത്ത് എവിടെയോ ആണ്, നിങ്ങളുടെ ഉള്ളിലല്ല. മനസ്സിലായില്ലേ? സോ ഈ ഒരു എനർജി, ഈ ഒരു ബിലീഫിനെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം കാണിച്ചു. സോ അവൻ അല്ലെങ്കിൽ അവളും നിങ്ങൾ അവൻ്റെ അതർ ഹാഫിനെ നോക്കും, അന്വേഷിക്കും. നിങ്ങൾ അന്വേഷിക്കത്തില്ല, ബിക്കോസ് നിങ്ങൾ അവനിലാണ് അന്വേഷിക്കുന്നത്. സോ അവൻ വേറൊരാളിലായിരിക്കും അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ അവൾ വേറൊരാളിലായിരിക്കും അന്വേഷിക്കുന്നത്. സോ സ്റ്റോപ്പ് ബിലീവിങ് ദാറ്റ് യുവർ ട്വിൻ ഫ്ലെയിം ഇറ്റ്സ് ഔട്ട്സൈഡ് ഓഫ് യുവർ സെൽഫ്. ഈ ഒരു ബിലീഫ് സിസ്റ്റത്തെ മാറ്റും. നിങ്ങൾ ട്വിൻ ഫ്ലെയിം പുറത്ത് എവിടെയോ ആണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെന്നുള്ള ബിലീഫ് സിസ്റ്റത്തെ ഹീൽ ചെയ്യുക. എങ്ങനെ ഹീൽ ചെയ്യാം? വിത്ത് mirror exercise, with knowing yourself, with loving yourself, have a beautiful loving relationship with yourself and God. ഈശ്വരൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ആരുടെ ദൗത്യമാണ് യൂണിയനിൽ എത്തേണ്ടത്? നിങ്ങളുടെ ദൗത്യമാണ്. ചോയ്സസ് നിങ്ങളുടെയാണ്. ആ സമയത്താണ് ഈശ്വരൻ തഥാസ്തു. മഹാദേവൻ നിങ്ങൾക്ക് പുറകെ കാണാൻ പറ്റുന്നത്. സോ മഹാദേവൻ ഇങ്ങനെ തഥാസ്തു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെ ലൈക്ക് എന്താ പറയുക, ഹോപ്പ് തന്നെയാണ്. ലൈക്ക് you can do it and I am believing you can do it. Please don't give up. ഇനി എനിക്കറിഞ്ഞൂടാ ഇതാരും മാനിഫെസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. സോ സംഹൗ യു ഗോട്ട് ദ ഐഡിയ എങ്ങനെ ഹീൽ ചെയ്യണം, അല്ലെങ്കിൽ ഏത് ബിലീഫിനെയാണ് നിങ്ങൾ മാറ്റേണ്ടത്. സോ പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇഫ് യു ഹാവ് ദിസ് ബിലീഫ് സിസ്റ്റം ഓർ അപ്സെറ്റ്, പ്ലീസ് ഡു ദ മിറർ എക്സസൈസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ ചെയ്യണം, എങ്ങനെ ഇതിൽ ഡീൽ ചെയ്യണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണ്, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ, സോ യു ക്യാൻ കോൺടാക്ട് മീ ഫോർ മൈ പേഴ്സണൽ സെഷൻ, ഓർ യു ക്യാൻ കോൺടാക്ട് മീ ഫോർ പേഴ്സണൽ ടാരോ സെഷൻ, or if you want to join in my yoga session, you can do it. Okay, thank you so much for your love and support. See you in the next video. Bye and take care.